പേപ്പർ 1 യൂണിറ്റ് 1.1 ഒരു കമ്പൽസറി ക്വസ്റ്റ്യൻ, അതേപോലെ ഒരു നോൺ കമ്പൽസറി ക്വസ്റ്റ്യൻ. ഇതിൽ രണ്ടിലും നമുക്ക് ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: ദക്ഷിണ ദ്രാവിഡം എന്ന ഉപവിഭാഗം കൽപ്പിച്ചതാര്? ഈ ഉപവിഭാഗ സങ്കല്പത്തിൻ്റെ ഔചിത്യം വ്യക്തമാക്കി ദക്ഷിണ ദ്രാവിഡത്തിൻ്റെ ഭാഷാപരമായ സവിശേഷതകൾ വിശദമാക്കുക. ഇതാണ് ചോദ്യം. ഇതൊരു 20 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 3-4 പേജൊക്കെ അതിനു വേണ്ടി എഴുതണം. അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആ ചോദ്യത്തിൽ എത്ര ചോദ്യങ്ങളുണ്ടെന്ന് നോക്കുക. ഒന്ന്, ദക്ഷിണ ദ്രാവിഡം എന്ന ഉപവിഭാഗം കൽപ്പിച്ചതാര്? ഒറ്റ വാക്കിൽ ആരാ? ഉള്ളൂര്. കൃതിയുടെ പേര് കേരള സാഹിത്യ ചരിത്രം. കേരള സാഹിത്യ ചരിത്രം. ഈ ഉപവിഭാഗത്തിന്റെ സങ്കല്പത്തിന്റെ ഔചിത്യം, ദക്ഷിണ ദ്രാവിഡം എന്ന് പറയുന്ന പൊതുദശ കൊണ്ടുവന്നത് നന്നായോ, എന്ത് ഗുണങ്ങൾ അതിനുണ്ട്, അതാണ് അതിന്റെ ഔചിത്യം. അത് വ്യക്തമാക്കി കഴിഞ്ഞതിന് ശേഷം ദക്ഷിണ ദ്രാവിഡത്തിന്റെ ഭാഷാപരമായ സവിശേഷതകൾ വിവരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ 3 രീതികളുണ്ട്. ഒന്ന്, ഉള്ളൂരിൻ്റെ വാദത്തെക്കുറിച്ച് പറയണം. ദക്ഷിണ ദ്രാവിഡം എന്ന ഉപവിഭാഗത്തെക്കുറിച്ച് പറയണം. അതിൻ്റെ ഭാഷാപരമായ പ്രത്യേകതകളും അവതരിപ്പിക്കണം. ശരി, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 1.1 എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ എന്ന ഭാഗത്ത് ഏത് ചോദ്യം ചോദിച്ചാലും നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതേണ്ടത് എങ്ങനെയാണ്? ഇൻട്രൊഡക്ഷൻ എഴുതേണ്ടത് ഇത് ഏത് വാദത്തിലാണ് വരുന്നത്? ഈ ദക്ഷിണ ദ്രാവിഡ ഏത് വാദം? മൂലദ്രാവിഡ ഭാഷാവാദം. ശരി, അപ്പോൾ നമ്മൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് കൊടുക്കേണ്ടത്. എന്താണ് മൂലദ്രാവിഡ ഭാഷാവാദം? അപ്പോൾ മലയാള ഭാഷയുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്ന വാദമാണ് മൂലദ്രാവിഡ ഭാഷാവാദം. പ്രസ്തുത വാദം അനുസരിച്ച് മലയാള ഭാഷ മൂലദ്രാവിഡത്തിൽ നിന്ന് നേരിട്ട് പിരിഞ്ഞു വന്നതാണ്. ഈ വാദത്തിന്റെ കീഴിൽ വരുന്ന പണ്ഡിതനാണ് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. അപ്പോൾ നമ്മൾ എന്താണ് മൂലദ്രാവിഡ ഭാഷാവാദം, അതിലാണ് ഉള്ളൂർ വരുന്നത് എന്നുള്ളത് ഇൻട്രൊഡക്ഷനിൽ തീർന്നു. അത്രയും ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് മതി. ഇനി നമ്മൾ നെക്സ്റ്റ് പാരാഗ്രാഫിലേക്കാണ് പോകുന്നത്. അടുത്ത പാരാഗ്രാഫിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്താ? ഉള്ളൂരിൻ്റെ കൃതിയുടെ പേര്. എവിടെയാണ് ഉള്ളൂർ ഇത് അവതരിപ്പിച്ചത്? കേരള സാഹിത്യ ചരിത്രം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇത്. അപ്പോൾ കേരള സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂർ എന്ത് അവതരിപ്പിക്കുന്നു? തൻ്റെ ഭാഷോത്ഭവ സിദ്ധാന്തമായ മൂലദ്രാവിഡ ഭാഷാവാദം അവതരിപ്പിക്കുന്നു. അല്ലെ, എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? മൂലദ്രാവിഡ ഭാഷ ആദ്യം ഉത്തരദ്രാവിഡമെന്നും ദക്ഷിണ ദ്രാവിഡമെന്നും രണ്ടായി വേർപിരിഞ്ഞു. ആ ഉത്തരദ്രാവിഡ ഭാഷ തെലുങ്കെന്നും കന്നഡമെന്നും വീണ്ടും രണ്ടായി വേർപിരിയുന്നു. ദക്ഷിണ ദ്രാവിഡ ഭാഷയുടെ കീഴിൽ, അതായത് തമിഴകത്തിന്റെ കീഴിൽ, ചേര, ചോള, പാണ്ഡ്യ രാജ്യങ്ങളുടെ കീഴിലായിരുന്നു ഏതെല്ലാം ഭാഷകൾ? മലയാളവും തമിഴും. അങ്ങനെ മലയാളവും തമിഴും കുറെ നാൾ ഒന്നിച്ചു നിന്നതിന് ശേഷം ഏത് സമയം വന്നപ്പോൾ 3-ാം നൂറ്റാണ്ടൊക്കെ വന്നു, സംഘകാല കൃതികളൊക്കെ രചിക്കേണ്ട കാലഘട്ടം വന്ന സമയത്ത് തമിഴിൽ എന്ത് രൂപപ്പെട്ടു? സാഹിത്യ ഭാഷയായ ചെന്തമിഴ് രൂപപ്പെട്ടു. ഈ ചെന്തമിഴിലേക്ക് പിന്നീട് തമിഴ് ലയിച്ചു ചേരുകയും ചെയ്തു. അപ്പോഴും മലയാള ഭാഷ ദക്ഷിണ ദ്രാവിഡത്തിന്റെ സ്വഭാവ സവിശേഷതകളെ ഉൾക്കൊണ്ടുകൊണ്ട് കുറേ നാള് ദക്ഷിണ ദ്രാവിഡത്തിന്റെ തന്നെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് മലയാളം എന്തായിട്ട് മാറിയത്? മലയാളം എന്നുള്ള രീതിയിലേക്ക് മാറിയത്. ശരി, ഇത് ആദ്യം നമ്മൾ വാദത്തെ അവതരിപ്പിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ചോദ്യം എന്താണ്? ഈ ഉപവിഭാഗ സങ്കല്പത്തിന്റെ ഔചിത്യം വ്യക്തമാക്കണം, വേണ്ടേ? അപ്പോൾ ദക്ഷിണ ദ്രാവിഡത്തിന്റെ ഭാഷാപരമായ സവിശേഷതകൾ പറഞ്ഞുകൊണ്ട് വേണം ഈ ഔചിത്യത്തെ നമുക്ക് വിശദമാക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം ദക്ഷിണ ദ്രാവിഡത്തിന്റെ ഭാഷാ സവിശേഷതയിലേക്ക് പോകാം. നമ്മൾ 2-3 ഉദാഹരണം പറയാം. എന്തൊക്കെയാണ്? പദാന്തത്തിലെ ആകാരത്തിന്റെ കാര്യത്തിൽ, അല്ലെ, പിൻവിനേച്ച പ്രത്യയമായ ആൻ പ്രയോഗിക്കുന്ന രീതിയിൽ, ഇടനിലയായ അത്ത് ചേർക്കുന്ന രീതിയിലെല്ലാം മലയാള ഭാഷ പിന്തുടരുന്നത് മൂലദ്രാവിഡത്തിന്റെ അഥവാ ദക്ഷിണ ദ്രാവിഡത്തിന്റെ സ്വഭാവമാണ്. ശരി, അതേ രീതി പിന്തുടരുന്നത് കൊണ്ട് മലയാളത്തിൽ പദാന്തത്തിൽ അകാരം കാണുന്നു, പിൻവിനേച്ച പ്രത്യയം ഉപയോഗിച്ച് കാണുന്നു, അത്ത് എന്ന ഇടനില പ്രയോഗിച്ച് മഴയത്ത്, നിലാവത്ത് പോലെയുള്ള പ്രയോഗങ്ങൾ മലയാള ഭാഷയിൽ കാണുമ്പോൾ തമിഴ് ഇതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പറഞ്ഞ് ദക്ഷിണ ദ്രാവിഡത്തിന്റെ സ്വഭാവം വ്യക്തമാക്കുന്നു. ശരി, ഓരോ പോയിന്റിലും നമ്മൾ എന്ത് വ്യക്തമാക്കണം? ദക്ഷിണ ദ്രാവിഡത്തിന്റെ സ്വഭാവങ്ങൾ വ്യക്തമാക്കുക. അങ്ങനെ വ്യക്തമാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ എന്തിനെ കുറിച്ച് പറയണം? ആ ദക്ഷിണ ദ്രാവിഡത്തിന്റെ ഔചിത്യം കൂടി പറയണം. എന്താണ് ഔചിത്യം? അങ്ങനെ ഒരു പൊതുദശ കൊണ്ടുവന്നത് നന്നായോ? നന്നായി. എങ്ങനെ, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അതിൽ തെളിയിക്കാൻ സാധിച്ചു? ദക്ഷിണ ദ്രാവിഡം എന്ന പൊതുദശയുടെ കീഴിൽ അവതരിപ്പിച്ചത് കൊണ്ടാണ് എല്ലിസ് പറയും പോലെ ലോകത്തേത് ഭാഷയോടുള്ളതിനേക്കാളും മലയാളത്തിന് അടുപ്പം തമിഴിനോടാണ് എന്ന് തെളിയിക്കാൻ സാധിച്ചത്. അതേപോലെ തന്നെ മലയാള ഭാഷ എന്തുകൊണ്ട്
ദ്രാവിഡത്തിന്റെ അഥവാ ദക്ഷിണ ദ്രാവിഡത്തിന്റെ സ്വഭാവം കൂടുതലായി കാണിക്കുന്നു. മലയാള ഭാഷയ്ക്ക് ഈ പ്രാചീന സ്വഭാവം കൂടുതൽ വന്നതിന്റെ കാരണം എന്താണ്? എന്താ കാരണം? ചെന്തമിഴ് രൂപപ്പെട്ട് മാറിയ സമയത്ത് മലയാളം ഇവിടെ തന്നെയായിരുന്നു, ദക്ഷിണ ദ്രാവിഡത്തിന്റെ കീഴിലായിരുന്നു. അപ്പൊ അങ്ങനെ ദക്ഷിണ ദ്രാവിഡത്തിന്റെ കീഴിൽ മലയാളം നിലനിന്നിരുന്നത് കൊണ്ടാണ് മലയാള ഭാഷയ്ക്ക് കൂടുതലായിട്ടും എന്തിന്റെ സ്വഭാവം വന്നത്? ദക്ഷിണ ദ്രാവിഡത്തിന്റെ സ്വഭാവം വന്നത്, അല്ലെ? അപ്പോൾ വളരെ ഔചിത്യപരമായിട്ടാണ് ഉള്ളൂർ എന്ത് അവതരിപ്പിച്ചിരിക്കുന്നത്? ദക്ഷിണ ദ്രാവിഡം എന്ന പൊതുദശയുടെ കീഴിൽ മലയാളത്തെയും തമിഴിനെയും കൊണ്ടുവന്നിട്ടുള്ളത്. ശരി, നമുക്കിനി ഇതിന്റെ നമ്മുടേതായിട്ടുള്ള ഒരു കൺക്ലൂഷനും കൂടി വെക്കണം. അപ്പൊ എന്താ നമുക്ക് വെക്കാൻ പറ്റുക? മൂലദ്രാവിഡ ഭാഷാവാദവുമായി ബന്ധപ്പെട്ട് ധാരാളം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേരള സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂര് മലയാള ഭാഷയുടെ ഉത്ഭവത്തെ മേൽപ്പറഞ്ഞ രീതിയിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഉള്ളൂരിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മലയാളത്തിന് ദക്ഷിണ ദ്രാവിഡത്തിന്റെ സ്വഭാവങ്ങൾ ധാരാളമായി കണ്ടെത്തുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അല്ലെ? മലയാളത്തിന്റെ പ്രാചീനതയും അതേപോലെ മലയാളത്തിന്റെ സ്വാതന്ത്ര്യവും സ്വത്വവും ഒക്കെ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഭാഷോത്ഭവ സിദ്ധാന്തമാണ് ആരവതരിപ്പിച്ചിട്ടുള്ളത്? ഉള്ളൂർ അവതരിപ്പിച്ചിട്ടുള്ളത്. വ്യക്തമായ പറഞ്ഞത്. നമുക്ക് ഞാൻ ഒരു ഉത്തരം കാണിച്ചു തരാം. ഇത് സർവീസിലുള്ള ആളുകളുടെയാണ്. കണ്ടോ, ഇതിൽ എന്താ സംഭവം? കേരള സാഹിത്യ ചരിത്രം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് കേരള സാഹിത്യ ചരിത്രം എന്ന കൃതിയെക്കുറിച്ച് പറയണം എന്ന് പറഞ്ഞു. ആ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് വെറുതെ ഒന്ന് വായിച്ചു നോക്കാം. മലയാള ഭാഷാ ചരിത്ര ചർച്ചയില് ശ്രദ്ധേയമായ സ്ഥാനം അർഹിക്കുന്നതാണ് ദക്ഷിണ ദ്രാവിഡം എന്ന ഉപവിഭാഗവുമായി ബന്ധപ്പെട്ട വാദം. മലയാള ഭാഷ മൂലദ്രാവിഡ ജന്യമാണെന്ന വാദം മുന്നോട്ട് വെച്ചുകൊണ്ട് ഉള്ളൂരാണ് ദക്ഷിണ ദ്രാവിഡം എന്ന ഉപവിഭാഗ കൽപ്പന നടത്തിയത്. പ്രസ്തുത വിഭാഗത്തിന് മൂലദ്രാവിഡ ഭാഷാവാദവുമായുള്ള ബന്ധത്തെ മുൻനിർത്തി വേണം അത്തരമൊരു വിഭാഗ കൽപ്പനയുടെ ഔചിത്യം വിശദമാക്കുക. ഒരു കോമൺ ഇൻട്രൊഡക്ഷൻ ആണ്. നിങ്ങൾ അങ്ങനെ എഴുതണമെന്ന് നിർബന്ധം ഇത് തന്നെ വേണമെന്നില്ല. നമുക്ക് എന്താണ് മൂലദ്രാവിഡ ഭാഷാവാദം എന്ന് കൊടുത്തിട്ട് ഉള്ളൂർ അതിനാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഉള്ളൂരിന്റെ കൃതിയുടെ പേര് കൊടുക്കുക, അതിലെന്താണ് അവതരിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ പോയാലും മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഗോദവർമ്മയുടെ ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ ഏത് വാദത്തെ ആദ്യം പറയണം? മൂലദ്രാവിഡ വാദം തന്നെ. ശരി, അതിന്റെ കീഴിലാണ് ഗോദവർമ്മ വരുന്നത് എന്നുള്ളത് പറഞ്ഞിട്ട് വേണം പിന്നെ ഗോദവർമ്മയുടെ വാദത്തെ കുറിച്ച് പോകാൻ. അപ്പോൾ LVR ക്വസ്റ്റ്യൻ വന്നാലോ? തമിഴ് ജന്യവാദത്തെ സൂചിപ്പിക്കുക ഇൻട്രൊഡക്ഷനിൽ. അത് കഴിഞ്ഞിട്ട് LVR അതിന്റെ കീഴിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് വേണം LVRന്റെ കൃതിയിലേക്ക് കടക്കാൻ. LVRന്റെ കൃതിയുടെ പേര് ഇവല്യൂഷൻ ഓഫ് മലയാളം മോർഫോളജി. വ്യക്തമായില്ലേ? ഇനി ARനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ വന്നു. ഏത് വരും? ആദ്യം എന്താ ഇൻട്രൊഡക്ഷനിൽ ഏത് വാദം പറയണം? തമിഴ് ജന്യവാദം പറയണം. ഇളംകുളത്തിന്റെ ക്വസ്റ്റ്യൻ വന്നു. മിശ്ര ഭാഷാവാദം എന്താന്ന് പറയുക. ശരി, അത് കഴിഞ്ഞതിന് ശേഷം ആളിലേക്ക് പോവുക. ഇൻട്രൊഡക്ഷൻ ഓക്കെ ആയോ? ഓക്കെ അല്ലേ? ശരി, കൺക്ലൂഷൻ മനസ്സിലായി. എങ്ങനെ പാരാഗ്രാഫ് തിരിച്ചെഴുതണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലായി. കണ്ടോ, പാരാഗ്രാഫ് തിരിച്ചെഴുതുന്നു. കണ്ടോ, കൺക്ലൂഷനിലേക്ക് പോകാം. കൺക്ലൂഷൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉത്തരത്തിൽ എന്തെല്ലാം കാര്യം ഉണ്ടായിരുന്നു. മലയാള ഭാഷാജന്യ ചർച്ചയിൽ അല്ലെങ്കിൽ മലയാള ഭാഷോത്ഭവ സിദ്ധാന്തത്തിൽ എന്ന് പറഞ്ഞാലും മതി. ഇന്ന് ഏറെ സ്വീകാര്യമായി കരുതപ്പെടുന്ന മൂലദ്രാവിഡ ഭാഷാവാദത്തെ സാധൂകരിക്കാവുന്ന തെളിവുകൾ ലഭ്യമാകുന്നതിന് ദക്ഷിണ ദ്രാവിഡം എന്ന ഉപവിഭാഗ കൽപ്പനയും അതേപറ്റിയുള്ള പഠനങ്ങളും സാധ്യമായിട്ടുണ്ട്. അപ്പോൾ അതായത് ഇന്ന് നമുക്ക് വളരെയധികം സഹായിച്ചിട്ടുള്ളൊരു വാദമാണ് എന്തെന്നർത്ഥം? ദക്ഷിണ ദ്രാവിഡം എന്ന ഉപവിഭാഗം. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ദക്ഷിണ ദ്രാവിഡവുമായി ബന്ധപ്പെട്ടത്. അതുകൊണ്ടാണ് ആ ഉപവിഭാഗ ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കൺക്ലൂഷനിൽ കൊടുത്തത്. ഇനി അത് മാത്രമോ? അതുകൊണ്ട് തന്നെ ഭാഷാ ചരിത്ര ചർച്ചയിൽ ദക്ഷിണ ദ്രാവിഡത്തെ സംബന്ധിക്കുന്ന പഠനങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? കണ്ടോ, വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ എഴുതിയാൽ മതി. അടുത്ത ഒരു ചോദ്യം നോക്കാം. മലയാള ഭാഷയുടെ ഉത്ഭവത്തെ പറ്റിയുള്ള LV രാമസ്വാമിയുടെ നിരീക്ഷണങ്ങൾ എന്തെല്ലാം? ശരി, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഇൻട്രൊഡക്ഷൻ പറഞ്ഞു നോക്ക്. എത്ര മാർക്കാണത്? 15 മാർക്ക്. ഇപ്പോ UPSC 15 മാർക്കിന് 2 പുറമാണ് തരുന്നത്. ശരി, കഴിഞ്ഞ കൊല്ലം അങ്ങനെയായിരുന്നു. അപ്പൊ നമുക്ക് 2 പുറം 10 മാർക്കിന്റെ എഴുതുന്നത് പോലെ എഴുതിയാൽ മതി. അപ്പൊ അത്ര എഴുതാനേ ഉള്ളൂ എന്നുള്ള ധാരണ വേണം. എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള കാര്യമൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു പേജിൽ എത്ര ലൈൻസ് വേണം എന്നുള്ള കാര്യമൊക്കെ. ഇനി നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. എന്തെഴുതണം? LVRോടെ വരിക തമിഴ് ജന്യവാദം. അപ്പൊ നമ്മൾ ആദ്യം അത് പറയുന്നു, അതിന്റെ കീഴിലാണ് LVR വരുന്നത് എന്നുള്ളത് പറയുന്നു. കൃതിയുടെ പേരോ മറ്റോ കൊടുക്കാം. നമുക്ക് ഇതിലെ ഇൻട്രൊഡക്ഷൻ എന്താന്ന് നോക്കാം. മലയാള ഭാഷയുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് തമിഴ് ജന്യമാണ് മലയാളം എന്ന വാദഗതിയെ പിന്തുടരുന്നതാണ് LV രാമസ്വാമിയുടെ പൂർവ്വ തമിഴ് മലയാളവാദം. കണ്ടോ, അപ്പൊ നമ്മൾ തമിഴ് ജന്യവാദത്തിലാണ് ഇദ്ദേഹം വരുന്നതെന്ന് പറഞ്ഞു. എവല്യൂഷൻ ഓഫ് മലയാളം മോർഫോളജി എന്ന കൃതിയിലാണ് അദ്ദേഹം തന്റെ നിരീക്ഷണങ്ങളെ വ്യക്തമാക്കുന്നത്. കണ്ടു. ഇനി നമ്മൾ എന്താ പറയാ? എന്താണ് ഇദ്ദേഹത്തിന്റെ
വാദം. പൂർവ്വത്തമിഴ് മലയാള വാദം എന്താണ്? അപ്പോൾ പൂർവ്വദ്രാവിഡ ഭാഷയിൽ നിന്നും ആദ്യം തെലുങ്ക് കന്നഡങ്ങൾ വേർപെട്ടു പോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ എന്ത് വരുന്നത്? പൂർവ്വത്തമിഴ് മലയാളം എന്ന പൊതുദശ വരുന്നത്. ആ പൊതുദശയുടെ കീഴിലായിരുന്നു ഏതെല്ലാം ഭാഷകളൊക്കെ? തമിഴും മലയാളവുമല്ല അല്ലേ? അതിൽ നിന്ന് എങ്ങനെയാണ് ആദ്യം എന്തുത്ഭവിച്ചത്? പ്രാചീന തമിഴ് തമിഴായി മാറി, പ്രാചീന മധ്യകാല തമിഴ് മലയാളമായി മാറി. ശരി, എന്താ ഇദ്ദേഹത്തിന്റെ രീതിശാസ്ത്രം? ഭാഷാശാസ്ത്രത്തിന്റെ വീക്ഷണത്തിലാണ്. ശരി, ഫോണറ്റിക്സുകളുടെയും മോർഫോളജിയുടെയും അടിസ്ഥാനത്തിലാണ് മലയാള ഭാഷ എങ്ങനെ ഉത്ഭവിച്ചു എന്ന് ആര് കണ്ടുപിടിച്ചത്? LV രാമസ്വാമിയാർ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ രീതിയിൽ, അപ്പൊ ഉച്ചാരണങ്ങളുടെ അടിസ്ഥാനത്തിലായതുകൊണ്ട്, ഇദ്ദേഹത്തിന്റെ ഭാഷാശാസ്ത്ര വെളിച്ചത്തിലായതുകൊണ്ട് പഠനങ്ങൾ കുറെ കൂടി ശാസ്ത്രീയമാണ്, സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പഠനങ്ങളാണ്. ശരി, ഇനി ഇതിന്റെ കൺക്ലൂഷനിലേക്ക് പോവാം. ബാക്കി കണ്ടന്റ് എല്ലാം നമുക്കറിയാലോ, അതാ ഞാൻ വിശദീകരിക്കാത്ത പാരഗ്രാഫ് തിരിച്ച് നോക്കിയേ. ഇപ്രകാരം നോക്കുമ്പോൾ ഒരു തൊട്ട് മുൻപത്തെ ഒരു പാരഗ്രാഫും കൂടി. തമിഴിനും മലയാളത്തിനും ഒരു പൊതു പൂർവ്വദശഘട്ടം സ്വീകരിച്ചുകൊണ്ട് തമിഴ് മലയാളങ്ങൾ തമ്മിലുള്ള അടുപ്പത്തെ വ്യക്തമാക്കുവാൻ കഴിയും അല്ലേ? അത് ഇദ്ദേഹത്തിന്റെ സംഭാവനയല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? LVRന്റെ സംഭാവന ചോദിച്ച് LVRന്റെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഉത്തരത്തിന്റെ അവസാനം നമുക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് വിലയിരുത്തുക, അഭിപ്രായം പറയുക, നിരൂപിക്കുക എന്നൊക്കെ UPSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. പൂർവ്വദശ ഒരു പൊതുദശ കൊണ്ടുവന്നത് കൊണ്ട് തമിഴിനും മലയാളത്തിനും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്താൻ സാധിച്ചു. അതൊരു വലിയ കാര്യമാണ്. എങ്കിലും ഡോക്ടർ ഗോദവർമ്മയെ പോലെയുള്ള പണ്ഡിതന്മാർ LVRന്റെ വാദങ്ങളെ ഖണ്ഡിക്കുന്നുണ്ട്, വിമർശനം ഉണ്ടായിട്ടുണ്ട്. മലയാളം തമിഴിൽ നിന്ന് നേരത്തെ പിരിഞ്ഞ ഭാഷയെങ്കിൽ മലയാളത്തിന് തമിഴിന് സംഭവിച്ച മാറ്റങ്ങൾ വരിക എന്നത് സാധൂകരിക്കാനാവില്ലെന്നും പ്രാചീന മധ്യകാല തമിഴിൽ മലയാളത്തിന് സാമാന്യമായി കണ്ടെത്തിയ ഘടകങ്ങൾ പ്രാചീന തമിഴിൽ ഇല്ലാത്തവയും പിന്നീട് ഉദയം ചെയ്തതുമാണെന്ന് ഗോദവർമ്മ അഭിപ്രായപ്പെടുന്നത്. ഗോദവർമ്മ LVRന്റെ വാദത്തിന് കൊടുത്ത മറുപടിയാണ്. അപ്പൊ അതുകൊണ്ട് LVRന്റെ വാദം സ്വീകരിക്കാൻ പറ്റില്ലെന്നാണ് ആര് പറയുന്നത്? ഗോദവർമ്മ. മെറ്റീരിയലിൽ ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്രകാരം നോക്കുമ്പോൾ തമിഴ് ജന്യമാണ് മലയാളം എന്ന വാദത്തെ സാധൂകരിക്കുവാൻ LVRന്റെ നിരീക്ഷണങ്ങൾക്ക് സാധിക്കാതെ പോയി. കാരണം വിമർശനം ഉണ്ടായി, അത് സാധിച്ചില്ല. എന്നിരുന്നാലും കണ്ടോ, നമ്മളൊരു കുറ്റം പറഞ്ഞല്ല ഒരു ഉത്തരം തീർക്കുക. എന്നിരുന്നാലും പക്ഷേ എങ്ങനെയൊക്കെയാണെങ്കിലും മലയാളത്തിനും തമിഴിനും ഒരു പൊതു പൂർവ്വഘട്ടം ഉണ്ടായിരുന്നു എന്ന് ഈ നിഗമനം, അദ്ദേഹം കൊണ്ടുവന്ന നിഗമനം സ്വീകാര്യമാണ്. കാരണം ഇത് ആരും സ്വീകരിച്ചു? മൂലദ്രാവിഡ ഭാഷാ പണ്ഡിതരും സ്വീകരിച്ചതാണ്. ശരി, ഇനി ഇത് സ്വാതിയുടെ പേപ്പറാണ്, ഇപ്രാവശ്യം സർവീസിൽ കയറിയ. കണ്ടോ, അക്ഷരങ്ങളും രീതികളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? മലയാള ഭാഷോൽപത്തി ചർച്ചയുമായി ബന്ധപ്പെട്ട് ഗോദവർമ്മ മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായത്തെ വിലയിരുത്തുക. നമ്മളിപ്പോൾ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഗോദവർമ്മ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താ? വളരെ എളുപ്പം ഇതാ. എങ്ങനെ എഴുതേണ്ടത്? ആദ്യം എന്താ പറയണ്ടേ? മൂലദ്രാവിഡ ഭാഷാവാദം. അത് പറഞ്ഞതിന് ശേഷം വേണം ഗോദവർമ്മ അതിലാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ കൃതിയുടെ പേരൊക്കെ സൂചിപ്പിക്കുക. താഴെ അദ്ദേഹം എന്താണ് വാദം പറഞ്ഞത്. ശരി, അത് കഴിഞ്ഞതിന് ശേഷം വാദമുഖങ്ങൾ ഞാൻ നോട്ട് തന്നല്ലോ ക്ലാസ്സിൽ. മെറ്റീരിയലിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ലളിതമായി ഞാൻ നോട്ട് തന്നു. അപ്പൊ താഴെ ആ വാദമുഖങ്ങൾ അവതരിപ്പിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം കൺക്ലൂഷൻ എന്താ? ഗോദവർമ്മയുടെ അഭിപ്രായം എഴുതുക. എന്തോ ഞാൻ പറഞ്ഞു, ഗോദവർമ്മ എങ്ങനെയൊക്കെ മലയാള ഭാഷ ഉത്ഭവത്തെ കുറിച്ച് പറയാനാണ് ശ്രമിച്ചത്. എന്തൊക്കെയുണ്ട് ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ? മലയാള ഭാഷ തമിഴിൽ നിന്നും വ്യത്യസ്തമാണെന്ന് ഗോദവർമ്മ കാണിക്കുന്ന തെളിവുകളുണ്ട്. 1. 2, മലയാളം എന്തിൽ നിന്നുണ്ടായി? മൂലദ്രാവിഡത്തിൽ നിന്നും ഉണ്ടായതാണെന്നതിന്റെ തെളിവുകൾ ഗോദവർമ്മ കാണിക്കുന്നുണ്ട്. ശരി, അപ്പൊ മലയാളം തമിഴിൽ നിന്ന് വ്യത്യസ്തമാണ്, മലയാളം മൂലദ്രാവിഡത്തിൽ നിന്നും ഉണ്ടായതാണ് എന്ന് ഗോദവർമ്മ കാണിക്കുന്നുണ്ട്. മലയാളത്തിന് മലയാളത്തിൻ്റെത് മാത്രമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുണ്ട്. വ്യക്തമായ എളുപ്പമല്ലേ ക്വസ്റ്റ്യൻസ് എഴുതാൻ? പക്ഷേ ഈ കൺക്ലൂഷൻ ശരിയായില്ല. കണ്ടോ, ആയതിനാൽ തന്നെ ഭാഷോത്പത്തിവാദങ്ങളിൽ അതിപ്രധാനമായ മൂലദ്രാവിഡ ഭാഷാവാദമാണ് ഗോദവർമ്മ. അങ്ങനെ പറയുമ്പോൾ അതിനൊരു സുഖമില്ല. നമ്മൾ അദ്ദേഹത്തെ എന്ത് ചെയ്യണം? വിലയിരുത്തിയില്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? വിലയിരുത്തുക. വിലയിരുത്തുക പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഗുണമുണ്ട്, ദോഷമുണ്ട്? എന്താ ഗുണം? ഗോദവർമ്മയുടെ വാദത്തിന്റെ ഏറ്റവും പ്രധാന ഗുണം എന്താ? വ്യവഹാര ഭാഷയുടെ രീതിയിൽ പഠനവിധേയമാക്കി. ഒരു ഭാഷയുടെ ഉത്ഭവത്തെ പഠനവിധേയമാക്കുമ്പോൾ ഗ്രന്ഥഭാഷയല്ല ആധാരമാക്കേണ്ടത്, വ്യവഹാര ഭാഷയാണ് എന്നുള്ളതാണ് ഗോദവർമ്മയുടെ വിമർശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം.